ഈ ന്യൂസ് വരുന്നത് ഫ്ലഡ് മൊത്തം മുങ്ങി, അവിടെ മുങ്ങി, കളമശ്ശേരി കംപ്ലീറ്റ് മുങ്ങി, മറ്റേ മുങ്ങി. അത് കേട്ടപ്പോൾ വയറ്റിൽ നിന്ന് കാര്യം പോയി. കാര്യം എന്ന് വെച്ചാൽ ഇവർ 3 പേരല്ലേ ഉള്ളൂ, മോളും. ഇപ്പം ചിരി വരുന്നുണ്ടെങ്കിലും അന്ന് ചിരിക്കാൻ തോന്നിയില്ല. ഞാൻ അതിനകത്ത് കയറി കണ്ടപ്പോഴേ. അല്ല, അപ്പൊ തറവാടിന്റെ ഭാഗത്തൊന്നും കിട്ടിയിട്ടില്ല. ആരുടെ ഭാഗത്തുനിന്നും ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കി, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു സുഖമാണ്. ആരത്തും കടപ്പാടില്ല. ബിന്ദുവിനെ കല്യാണം കഴിച്ചതിന്റെ പ്രശ്നമാണോ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന ദോശയും തന്നുകൊണ്ട് ഇവിടെ ഇരിക്കണ്ടല്ലോ രാത്രി 2 മണിക്ക്. എന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് അമ്മയും ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം എൻ്റെ അമ്മയെടുത്താണ്. ഒരു മകനെന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതിൻ്റെ വിഷമമുണ്ട്. കാരണം മരണത്തിന് ശേഷം പോലും അത് അവർ കൊണ്ടുവന്നിട്ട് ആ കൊല്ലം ശ്മശാനത്തിലോട്ട് കൊണ്ടുപോയി. അവിടെ എവിടെ അടയ്ക്കെന്ന് പോലും അറിഞ്ഞൂടാ നമുക്ക്. അമ്മ അത്രയും പറഞ്ഞിട്ടും അവരത് ഗവനിച്ചില്ല. അവർ തീരുമാനിച്ചു. അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ ഒരു ചന്ദന പൗഡറിൻ്റെ മണമാണ് ഓർമ്മ. ഈ ജവാദിൻ്റെ ഒരു പൗഡർ കിട്ടുമായിരുന്നു പണ്ട് മദ്രാസിൽ, ഒരു ചെറിയ കുപ്പി. അതിങ്ങനെ ശകലം വെള്ളത്തിൽ തേച്ചിട്ട് ഇങ്ങനെ ശരീരത്ത് തേക്കുള്ളൂ. പക്ഷെ അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ മണമാണ് വെച്ച് അങ്ങോട്ട്. നമസ്കാരം. മലയാള സിനിമാ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു താരജോഡികൾക്കൊപ്പമാണ് ഞാനിപ്പോഴിരിക്കുന്നത്. അവരുടെ എറണാകുളത്തെ പ്രസ്റ്റീജ് അപ്പാർട്ട്മെൻറ്റിൽ മുറ്റത്തിരിക്കുകയാണ്, അല്ലെങ്കിൽ ലോഞ്ചിലിരിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്ന പ്രിയപ്പെട്ട താരദമ്പതികൾ സായികുമാറും ബിന്ദു പണിക്കരും. നമസ്കാരം. 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 വളരെ എന്താ പറയുക, ഒരു അഭിമുഖമല്ല ഇത്. നമുക്കിന്ന് വർത്താനം പറയാം. അത്രയും കാര്യം. എനിക്കൊന്ന് നമ്മൾ ദീർഘകാലമായി ഫോണിൽ സംസാരിക്കാറുണ്ടെങ്കിൽ ആദ്യം കാണുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ട്രിവാൻഡ്രത്ത് ഈ പൃഥ്വിരാജിൻ്റെ പടത്തിൻ്റെ ഷൂട്ടിംഗ് വന്നു. ഞാൻ വിളിച്ചപ്പം ഷാജൻ UK അപ്പോൾ ഞാൻ വിളിച്ചു അവിടെ വന്നിട്ട് നമുക്ക് ഓഫീസിൽ വരാം, കാണണം. അപ്പോൾ കാണണമെന്ന് ചോദിക്കും. പലപ്പോഴും കാണാൻ പറ്റില്ല. അന്ന് എന്തോ ഇവിടെ ഒരു സമരത്തിന് എന്തോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അന്നും മുല്ലപ്പെരിയാറിന് അന്നും കാണാമെന്ന് വെച്ചു, അന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ പണ്ട് മോഹൻലാലിനെ കാണാൻ ഇങ്ങനെയായിരുന്നു. ഞങ്ങളൊന്ന് കണ്ടിട്ട് ഒരുപാട് നാളായിരുന്നു. ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒന്നീ ലാൽ സാറ് പോകും. ഒരു സിനിമയിലുള്ളപ്പോൾ പോലും എന്ന് വെച്ചാൽ സാറിനെ ഞാൻ കാണുന്നത് ഫസ്റ്റ് കാണുന്ന 6-ാം തമ്പുരാന്റെ രാത്രി ഷോട്ട് എടുക്കുന്ന സമയത്താണ്. അത് ശരി. അതിനു മുമ്പ് ദൂരെ കണ്ടിട്ടുണ്ട്, പക്ഷെ പരിചയപ്പെട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അന്നാണ് അത് കാണുന്നത്. അതിനു മുമ്പ് പല സിനിമയും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ഇല്ല, ഞാൻ 6-ാം തമ്പുരാനാണ് ഫസ്റ്റ് ചെയ്യുന്ന പടം. അപ്പം ഞാൻ എന്നിട്ടും പലപ്പോഴും കാലിക്കറ്റിൽ മഹാറാണിയിലുണ്ടെന്ന് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ അന്ന് നാളെ പോകുന്നുണ്ടല്ലോ, അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സാറ് തലേന്ന് രാത്രി പോയെന്ന് പറയും. അപ്പം അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. അതേപോലെയാണ് നമ്മുടെ കൂട്ടിക്കാഴ്ച. അങ്ങനെ വളരെ പിന്നീട് അദ്ദേഹത്തിന് അച്ഛനുമായില്ലേ? അപ്പോൾ വളരെ രസകരമായ കാര്യമാണ്. അപ്പോൾ അത് മാത്രമല്ല, ബിന്ദുവിനോടും നമ്മൾ ചേട്ടനോട് സംസാരിക്കും, ബിന്ദുവിനോട് സംസാരിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. പക്ഷെ എന്തായാലും നേരിട്ട് കാണാൻ കഴിഞ്ഞ സന്തോഷം. ഞാൻ ചോദിക്കട്ടെ, ഇവിടേക്ക് താമസം മാറിയിട്ട് എത്ര കാലമായി? 2018 ബിന്ദു എന്തോ അതിന്റെ ഒരു പശ്ചാത്തലം എന്തോ വീടിന്റെ നമ്മുടെ നേരത്തെ താമസിച്ച വില്ലയിലല്ലേ? വില്ലയില് അസറ്റിന്റെ കസവ് എന്ന് പറയുന്ന അവിടെയായിരുന്നു. അത് എറണാകുളത്ത് തന്നെ? എറണാകുളത്ത് നമ്മുടെ കളമശ്ശേരിയാണ്, കളമശ്ശേരിയിലാണ്. അപ്പോൾ ഗ്ലാസ് ഫാക്ടറി ഉണ്ട് അതിന്റെ തൊട്ടടുത്തുള്ള. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഞങ്ങളന്ന് ലൂസിഫറിന്റെ ഷൂട്ടിന് വേണ്ടി 13-ാം തീയതി പോയി, ട്രിവാൻഡ്രത്തേക്ക് പോയി. 15-നാണ് വെള്ളം. ഓഗസ്റ്റ് 2018 ഓഗസ്റ്റ് 13. ഓഗസ്റ്റ് 15-ന് വെള്ളം കയറി. പിന്നെ ഒന്നും പറയണ്ട. അവിടെ വീടിനകത്ത് മൊത്തം വെള്ളം. പിന്നെ നല്ലോണം താഴെ ഗ്രൗണ്ട് ഫ്ലോർ ഫുള്ള് മുങ്ങി. മുകളിലുള്ള ഫർണിച്ചേഴ്സൊക്കെ മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇന്ന് മോള് കോളേജിലൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മോള് രാവിലെ ഇറങ്ങി. പിന്നെ അമ്മ, എൻ്റെ ആൻറ്റി, ഒരു സെർവൻ്റ് ഉണ്ടായിരുന്നു. അവർ കുറച്ച് നേരം കഴിഞ്ഞ് കിടക്കാൻ പോയി. കുറച്ച് കഴിഞ്ഞ് കറണ്ടൊന്നും കാണുന്നില്ല, എന്താന്ന് നോക്കാൻ താഴെ വന്നപ്പോഴെല്ലാവരും പോയി കഴിഞ്ഞു. അപ്പോൾ വണ്ടിയൊന്നും കാണാത്തതുകൊണ്ട് ഞങ്ങളും പോയിണ്ടാവും എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അവർ. അങ്ങനെയാണ് അവിടുന്ന് പോരുന്നത്. പിന്നെ അമ്മയുണ്ടായിരുന്നു, പിന്നെ ആൻറ്റി ഉണ്ടായിരുന്നു, പിന്നെ അവരും വയസ്സായതാണ്. അപ്പോൾ പിന്നെ ഒരു സെർവൻറ്റും, പിന്നെ എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു, അന്ന് പോർട്ടസിൽ വർക്ക് ചെയ്യുന്നു പറഞ്ഞേ. അപ്പോൾ ഏട്ടൻ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. കൊണ്ടുപോയി. ആ ഒരു ടെറിട്ടറിയിലേക്ക് പോകാൻ പറ്റില്ലായിരുന്നു ആർക്കും. ഞങ്ങള് അവിടെ ബ്രിഡ്ജിൽ നിന്നോണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് നോക്കി. ഇവിടെ ഈ ഞങ്ങളുടെ മുങ്ങിക്കിടക്കുന്ന സ്ഥലം 5 ദിവസം കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് കയറാൻ പറ്റുക. വെള്ളം ഇറങ്ങി. ഏഷ്യാനെറ്റ് ന്യൂസ് ഒക്കെ വന്നിട്ട് അങ്ങോട്ട് പോകാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. വന്നപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. വീട് മുഴുവൻ ചെളിയും.
സിനിമയുടെ ഷൂട്ടിംഗ് ആകുമ്പോഴത്തേക്കും നിന്ന് കാണും അല്ലേ അവിടെ? ഇല്ല, അവിടെ ഏറ്റവും അവിടെ എനിക്ക് അന്ന് തുടക്കത്തിൽ രണ്ട് ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞു. അത് കഴിഞ്ഞു. ഞങ്ങൾ 13-ാം തീയതി പോയി 14-ാം തീയതിയും 15-ാം തീയതി ഉച്ചയോട് കൂടിയിട്ട് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു പോരാം. 16-ാം തീയതി ഇവിടെ ഹൗസ് വാമിങ്ങിന് എത്തണമല്ലോ. ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പൊ അതിനെത്താൻ വേണ്ടിയിട്ട് ഈ കോംപ്ലക്സിൽ തന്നെയുള്ള ഒരു ഹൗസ് വാമിങ് ഞങ്ങളുടെ ഫ്ലാറ്റ്, ഞങ്ങളുടെ വില്ലയുടെ നേരെ ഓപ്പോസിറ്റ്. അപ്പം അവിടെ നിന്നിട്ട് വരാനായിട്ട് ചെന്നപ്പോഴാണ് ഈ ന്യൂസ് വരുന്നത്, ഫ്ലഡ് മൊത്തം മുങ്ങി, അവിടെ മുങ്ങി, കളമശ്ശേരി കംപ്ലീറ്റ് മുങ്ങി, മറ്റേ മുങ്ങി. അത് കേട്ടപ്പോൾ വയറ്റിൽ കാര്യം പോയി. കാര്യം എന്ന് വെച്ചാൽ ഇവർ 3 പേരല്ലേ ഉള്ളൂ, മോളും. വല്ലാത്തൊരവസ്ഥ. ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഏത് സ്ഥലമായിരുന്നു നമ്മുടെ അഴീക്കൽ. അവിടെ വന്നപ്പോൾ പോലീസ് ഇങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ഞാൻ പറഞ്ഞു ഞാനാണ് സർ, പാടാണ്, അങ്ങോട്ട് പോയാൽ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇവിടുത്തെ കളക്ടർ പുള്ളി പോകാനായിട്ട് വന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി സംസാരിച്ചിരുന്നപ്പോൾ പുള്ളി ഇടയ്ക്ക് കൂടെ കണ്ടാന്ന് തോന്നുന്നു. എന്താ എന്ന് ചോദിച്ചു. പറഞ്ഞിങ്ങനെ അവർക്ക് അങ്ങോട്ട് പോകാനാ, എൻ്റെ വണ്ടി ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വണ്ടിയുടെ പുറകെ വന്നിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ വിട്ടത്, കണ്ടത്. അതെ, ഇങ്ങോട്ട് വന്നത്. ശരി. അല്ല, അന്ന് എനിക്ക് തോന്നുന്നു ഹൗസ് വാമിങ് എന്തായി? അയ്യോ, അത് മൊത്തം 41 വില്ലയായിരുന്നു. 41-43 വില്ലയായിരുന്നു. ആ വില്ലയിൽ മൊത്തം വില്ലയും പോയി. ഈ വില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ സഹിക്കില്ല. കാരണം മൊത്തവും ഒറ്റ ഫ്ലോറിനകത്തുണ്ടായിരുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു രീതിയിലായിരുന്നു അവർ മൊത്തം അറേഞ്ച് ചെയ്തത്. ഡൈനിങ്ങിൻ്റെ പകുതി ബ്ലാക്ക്, പകുതി വൈറ്റ്, അങ്ങനെ മൊത്തവും ഫർണിച്ചറെല്ലാം പോയി, മൊത്തം പോയി. ഇറക്കുന്നതിന് മുമ്പ് പോയിരുന്നു. ഇറക്കി അവിടെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തു. 15-ാം തീയതി 16-ാം തീയതി ഹൗസ് വാമിംഗ് അല്ലേ. അപ്പോൾ 15-ാം തീയതി ഫുൾ പണി കഴിഞ്ഞു. വെള്ളപ്പൊക്കത്തിന്റെ ഒരു ദുരിതം ഒരിക്കൽ പോലും താമസിക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ടു. നിങ്ങൾ എന്നിട്ട് അതങ്ങോ വിറ്റോ അതോ എന്ത് ചെയ്തു? പിന്നെ ഞങ്ങൾ സത്യത്തിൽ അവിടെ റെന്റിനായിരുന്നു. അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലോട്ടിൽ തന്നെ ഞങ്ങൾ താമസിക്കുന്ന ആ ലൈനിൽ തന്നെ അങ്ങ് അറ്റത്തൊരു 8 സെന്റ് സ്ഥലമോ 10 സെന്റ് സ്ഥലമോ 8 സെന്റ് സ്ഥലം 8 സെന്റ് സ്ഥലമുണ്ട്. അപ്പം ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഏകദേശം ആ ഇതൊക്കെ വിറ്റ് പോയിരുന്നു. അപ്പം ഞാൻ അവരെ ചോദിച്ചു, പറഞ്ഞു ഇങ്ങനൊരു സ്ഥലം കിടക്കുന്നുണ്ട്, അവിടെ നമുക്കെന്നാൽ നിങ്ങൾ പറയുന്ന പോലൊരു ഈ പ്രോജക്റ്റിനകത്ത് തന്നെ പക്ഷെ അവരും വിൽക്കാതെ കിടക്കുന്ന സ്ഥലമാണ്, പണി തരാന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, അതിൻ്റെ സ്കെച്ചൊക്കെ വരച്ചു, എല്ലാം ചെയ്തു. ഒരു 3-6 സീറ്റിംഗ് ആയി, എല്ലാം കഴിഞ്ഞു. പൈസ കൊടുക്കാം എന്ന് വെച്ചിരുന്നപ്പോൾ കർക്കിടകം, ഞാൻ പറഞ്ഞു കർക്കിടകം ഒന്ന് കഴിയട്ടെ. അതിലെ കൂടാണ് ഇത് കയറിയത്. ഓരോ പദ്ധതി എന്ന് പറയുന്നത്. അവിടെ ഈ മുട്ടാർപ്പുഴ, അതാണ് അവിടെ ഇത്രയും. അത് അങ്ങനെ വളച്ചു കൊണ്ടുപോയി. പക്ഷെ ഇതിന്റെ റൂട്ട് ഇങ്ങനെ ആയിരുന്നു. അത് ഒഴുകി പോരുന്നു. മഴ പെയ്യുമ്പോ ഒഴുകുക എന്നുള്ളതല്ലാതെ ഇപ്പൊ ചിരി വരുന്നുണ്ടെങ്കിലും അന്ന് ചിരിക്കാൻ തോന്നിയില്ല. ഞാൻ അതിനകത്ത് കയറി കണ്ടപ്പോഴേ നമ്മളിരുന്ന സോഫ, നമ്മളിരുന്ന ഒന്നുമില്ലല്ലോ, മൊത്തം ഒരു അരയടി പൊക്കത്തിൽ ചേറും, അതിനകത്ത് പാമ്പും തേള്, എന്തൊക്കെയോ ഐറ്റംസ്, ഇതെല്ലാം കൂടെ. അത് ദിവസങ്ങൾ താമസം ഇവിടെ മാറ്റി ഹോട്ടലിലേക്ക് മാറി. ഇല്ല, ഞങ്ങൾ ഇവിടെ തന്നെ എൻ്റെ ഇപ്പുറത്ത് 1-ാമത്തെ ടവറിൽ ഒരു ഫ്ലാറ്റിലേക്ക് അങ്ങോട്ട് മാറി. അപ്പൊ തന്നെ അത് ശരിയായി കിട്ടി. അപ്പൊ തന്നെ ശരിയായി കിട്ടി. നേരത്തെ നോക്കിയിരുന്നു? ഇല്ല. ഏറ്റവും വിളിച്ചു പറഞ്ഞ് ഓരോരുത്തർ വന്ന് പറഞ്ഞിട്ട് ഫർണിച്ചർ ഉള്ളത് വേണമല്ലോ, ഫർണിച്ചറൊക്കെ പോയത് ഉള്ളതെല്ലാം ഉപേക്ഷിച്ചപ്പോ പുതിയ തുടക്കം 2018 മുതൽ പുത്തൻ തുടക്കം. അങ്ങനെ അതായി പോയി. ആ സമയത്ത് തന്നെ ഇവിടെ വാങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ഇത് വാങ്ങി. അപ്പൊ ഇത് എന്താണ്, റെഡി ടു ഓക്കുപ്പൈ ആയിരുന്നോ? അല്ലല്ല, ഇത് റെന്റിനായിരുന്നു നമ്മൾ ഇങ്ങോട്ട് മാറിയത് തന്നെ. ഓക്കെ, അത് കഴിഞ്ഞ് വാങ്ങിയത് പഴയ ഓണറോട് നമ്മൾ മേടിച്ചു. അതെ. അപ്പൊ ഇവിടെയാണ്, ഇവിടെ കംഫർട്ടബിൾ ആയിരിക്കും, ഇനി വില്ലയൊന്നും വേണ്ട. അല്ല, ഞങ്ങൾക്കൊരു വീട് വെച്ച് പോകണമെന്നാണ് താല്പര്യം. ചിലപ്പോൾ ഞങ്ങളിത് പക്ഷേ വേറെ കാര്യം കേട്ടോ, ഇതിപ്പോ കൊടുത്തിട്ട് പോയാലും നമുക്ക് കുഴപ്പമൊന്നും വരില്ല. കാരണം നമുക്കൊരു വീടാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. വീട്, ചെറിയ പറമ്പ്, അവിടെ എന്തെങ്കിലുമൊക്കെ വയസ്സാകാലത്ത് എന്തെങ്കിലുമൊക്കെ കുത്തിപ്പറിച്ചൊക്കെ ഇരിക്കാന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഇത് ഭയങ്കര കൺജസ്റ്റഡാണ്. ഒത്തിരി വർഷങ്ങളായിട്ട് ഈ ആ കിടക്കുന്ന കിളികളുടെ കണക്കാ. ഇതിനകത്ത് കിടന്ന് കളിക്കാനല്ലേ പറ്റുള്ളൂ. ഒരു പുറത്തോട്ടൊരു അനക്കം പോലും. എനിക്കും വീടാണ് ഇഷ്ടം. ഈ പണ്ട് മുതൽ നാട്ടുപുറത്ത് ഇപ്പൊ മോളൊക്കെ പറയും ഇതിന് സേഫ്റ്റി ഇതാണ്, പിന്നെ അവർക്ക് ഈ ഇതൊക്കെ ഫ്ലാറ്റൊക്കെ കണ്ടിട്ട് കുട്ടികൾക്കൊക്കെ അതിലല്ലേ ഇഷ്ടം. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്ന് കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് ഒന്ന് തൊടിയിലൂടെയൊക്കെ നടന്നു വരുമ്പോൾ ഞങ്ങൾ എപ്പോഴും പറയും. കൊട്ടാരക്കരയിൽ തറവാടില്ലേ? ഏക മകനല്ലേ? അതെ, തറവാട് ഉണ്ടായിരുന്നു. അത് വേറൊരു പെങ്ങൾക്കായിരുന്നു അത് കൊടുത്തത്.
അച്ഛൻ എഴുതി വെച്ചതാണ്. അച്ഛൻ എഴുതി വെച്ചൊന്നുമല്ല, അത് പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ആ ഒരു വഴി കൂടെ അതങ്ങ് അവരുടേതായി. ഓക്കെ. ആ എന്നാൽ ഞാൻ അവരത് പറഞ്ഞിരുന്നു, നിങ്ങളതങ്ങനെ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് എന്നോട് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്തേക്കാം. പക്ഷെ നമ്മുടെ അടുത്തോലും ചോദിച്ച് കൊടുത്തു, വേറെ ആർക്കോ കൊടുത്തു. അപ്പം അങ്ങനെ തറവാട് വീട് അച്ഛൻ്റെ ഓർമ്മകളും അമ്മയുടെ ഓർമ്മകളും അമ്മ മരിച്ചതിന് ശേഷം. എന്താ? അമ്മ മരിച്ചതിന് ശേഷമായിരിക്കും അവർ തറവാട് കൊടുത്തത്? അല്ല, അതിനു മുമ്പ് കൊടുത്തു. ആണോ? അമ്മ ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ നേരെ ഇളയ സിസ്റ്റർ ഉണ്ട്, അവരുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത്. അമ്മ ഇങ്ങോട്ടും വരും അങ്ങോട്ടും പോവും. അത് അമ്മ ഉള്ളപ്പോൾ തന്നെ അത് കൊടുത്തത്. ആണോ? അമ്മ അറിഞ്ഞു കൊടുത്തത്. അമ്മയ്ക്ക് എതിർപ്പില്ലായിരുന്നോ? അവരുടെ പേരിലേക്ക് തന്നെ ആയിപ്പോയില്ലേ? ആയിരുന്നല്ലേ. അല്ല, അച്ഛൻ മരിച്ചപ്പോൾ എന്ത് സംവിധാനം ഒന്നും ഒരുക്കിയിട്ടില്ലായിരുന്നു ഈ സ്വത്തിന്റെ പേരിലോ വീടിന്റെ പേരിലോ ഒന്നും? അങ്ങനെ അച്ഛൻ അങ്ങനെ ഇന്നാക്കാനാക്കെന്ന് പറഞ്ഞ് സംഭവിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഈ വീടിനോട് തൊട്ടപ്പുറത്ത് വേറൊരു വീടുണ്ടായിരുന്നു. ആ വീട് എൻ്റെ രണ്ടാമത്തെ സിസ്റ്ററിന് അച്ഛൻ കൊടുത്തിരുന്നു. അതിൻ്റെ കെയർ ഓഫിലാണ് പിന്നീട് നടന്ന സംഭവങ്ങളൊക്കെ. ആ ഒരു വിശ്വാസം അതെല്ലാത്തിനും ബാധകമാക്കി. അല്ല, അപ്പം തറവാടിന്റെ ഭാഗമായിട്ടൊന്നും കിട്ടിയിട്ടില്ല? ഒന്നുമില്ല, ആരുടെ ഭാഗത്തുനിന്നും ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഉണ്ടാക്കി, ഞാൻ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അതൊരു സുഖമാണ്. ആരത്തും കടപ്പാടില്ല. മീൻസ് ഈ ഉത്തരം പറയണ്ട, ഞാൻ തന്നത് എന്ത് ചെയ്തു. അല്ല, ചോദിക്കുന്നത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ പോലും ഈ ആ സമയത്തൊരു ഭിന്നത മറ്റോ അമ്മയുടെ മരണ സമയത്തൊക്കെ എന്തോ ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉള്ളതായി ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവരോട് യാതൊരു പ്രശ്നങ്ങളുമില്ല. ഇവർക്ക് എന്താണ് പ്രശ്നം എന്നറിയാൻ വയ്യാത്തൊരു പ്രശ്നമേ ഉള്ളൂ ഞങ്ങൾക്ക്. മനസ്സിലായില്ലേ? പക്ഷെ ഒരു വളരെ വളരെ സന്തോഷത്തോടെ വളരെ ഹാപ്പിയായിട്ട് നടന്നിരുന്നവരാണ്. രാത്രി 3 മണിക്കൊക്കെയാണ് ഇവിടെ വന്നിട്ട് എല്ലാവരും കൂടെ ഇറങ്ങിപ്പോന്നെ. എത്ര കാലം വരെ? എത്ര കാലം. ഈ ശോഭ ചേച്ചിയുടെ രണ്ടാമത്തെ മകൻ്റെ കല്യാണത്തോട് അടുക്കുന്ന സമയം മുതലാണ് ഈ ഒരു സുനാമി പോലെ അതങ്ങ് വലിഞ്ഞു പോയത്. പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. നമുക്കറിയത്തില്ല എന്താ മാറ്റർ, നമുക്കറിയത്തില്ല. പിന്നെ വഷളാക്കാനും പോയിട്ടില്ല, പരിഹരിക്കാനും പോയിട്ടില്ല. പോകുന്ന വഴി പോട്ടെന്ന്. അതെ, അല്ല, പരിഹരിക്കാൻ പോവാത്തതിന്റെ കാരണം കല്യാണം കഴിച്ചതിന്റെ പ്രശ്നമാണോ? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന ദോശ എന്തൊന്നും ഇവിടെ ഇരിക്കണ്ടല്ലേ രാത്രി 2 മണിക്ക്? എല്ലാരും വരുമായിരുന്നു. കുട്ടികളൊക്കെ വരും, ഭയങ്കര രസമാണ്. ഒരു 10-12 എണ്ണം കാണും എല്ലാം കൂടെ. ഇവിടെ ദോശ കൂടിയില്, മറ്റേ കൂടിയില്, മറിച്ച കൂടിയില് അവരെല്ലാം കഴിച്ചാൽ അതങ്ങനെ 3 മണിക്ക് വന്നു. 3 മണി മാമാന്നായിരുന്നു എന്നെ വിളിക്കുന്നത്. 3 മണിയൊക്കെ ആകുമ്പോൾ പറയണം 3 മണിയായി, പോയി കിടന്നുറങ്ങാം എന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോവും, കയറിപ്പോവും. അങ്ങനെ ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ ശേഷം ഈ 3 മണി മാമനും പോയി. അമ്മ മരിക്കുമ്പോൾ അമ്മയ്ക്ക് ബുദ്ധിമുട്ടും ആയില്ലേ? ഇതൊക്കെ ഒരു ഭിന്നത ഉണ്ടായിട്ട് വിഷമം ഉണ്ടായി കാണൂല്ലേ? അമ്മ ഇത് ഏറ്റവും കൂടുതൽ എല്ലാവരെയും അറിയാവുന്നത് എൻ്റെ അമ്മയ്ക്കാണ്. എന്തെങ്കിലും സംസാരിക്കാൻ വരുമ്പോൾ മോനെ അല്ലേ ഇടാ എന്നൊരു വിളിച്ചാൽ ആ വിളിക്കകത്തുള്ള അർത്ഥം എനിക്ക് മനസ്സിലാവും. അത് സംസാരിച്ചിട്ട് കാര്യമില്ല മക്കളെ എന്നുള്ളതാണ്. അതുകൊണ്ട് അമ്മ പലപ്പോഴും പറയും, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, കാഴ്ചയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട്. പക്ഷെ അമ്മ എന്നെ നന്നായി കേൾക്കുകയും എന്നെ നന്നായി കാണുകയും ചെയ്തിരുന്ന അമ്മയാണ്. അത് ഇവിടെ ഉള്ളപ്പോൾ അറിയാം അല്ലേ. ഇവിടെ ഒന്ന് 1 വർഷം 1.5 വർഷമൊക്കെ ഇവിടെ നിന്നിട്ടാണ് പിന്നെ അങ്ങോട്ട് പോകുന്നത്. അപ്പം എനിക്ക് അമ്മയെ എല്ലാവരെയും മനസ്സിലാക്കിക്കുന്ന പോലെ അവർ തന്നെ അവരെ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് സത്യം. കാരണം അമ്മ അതുകൊണ്ട് ആരുടെ പരാതിയോ പരിഭവമോ ആഗ്രഹങ്ങളോ ആവശ്യങ്ങളോ ഒന്നും പറയാറില്ല. പിന്നെ അഥവാ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ എൻ്റെ വഴിക്ക് എൻ്റെ അടുത്തോട്ട് വിടുന്ന ചിലപ്പോൾ ഇവളുടെ അടുത്തൊന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് പറയുകയേ ഉള്ളൂ. അതെ, അമ്മ എപ്പോഴും ചിരിച്ചോണ്ടാണ്. അതെയോ? പറയേണ്ട കാര്യം ഒറ്റ തവണ പറയുള്ളൂ. മനസ്സിലാക്കിക്കോണം. ഇവള് അമ്മയെ പേടിയുണ്ടായിരുന്നു അവസാനം വരെ? ഏട്ടൻ എപ്പോഴും അമ്മേനെ ഞാൻ സേർട്ട് വലിക്കുന്ന സമയത്തായാലും ചേട്ടനെ അടിക്കുന്ന സമയത്തായാലും ചേട്ടനെ അമ്മ ഉണ്ടെങ്കിൽ ആ ഈ ടെറിട്ടറി ഞാൻ പോകില്ല. വേറെ ഒന്നും ഉണ്ടല്ലോ, അമ്മയ്ക്കറിയാം ഞാൻ കഴിക്കുന്നൊന്നും അറിയാം. ഇവളുടെ അടുത്ത് പറയും വലിക്കുകയാണോ. ഒരു ദിവസം ഏട്ടൻ അവിടെ നിൽക്കുക, അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് ഇരിക്കുക. അപ്പം എനിക്ക് കാണാൻ ഏട്ടനെ. അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരുന്നില്ലേന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കിയാ ആരാ മോളെ, ഞാൻ പറഞ്ഞു ഏട്ടനാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പം എന്നോട് നോക്കിയിട്ട് അമ്മ പറയാ അതാണ് അതിന്റെ സമയമുണ്ടല്ലോ, അണയ്ക്കുന്ന സമയം, അതിന്റെ താമസമാണെന്ന് ഇങ്ങോട്ട് പറയാൻ. ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഞാൻ മുറിയോട്ട് ഡാന്ന് വിളിച്ചു.
അങ്ങനെ ഡാ ഇവിടെ വെച്ച് ഡാ എന്നങ്ങനെ വിളിക്കില്ല. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചാൽ അങ്ങോട്ട് ചെന്നു എന്ന് പറഞ്ഞു, നിനക്ക് നാണമുണ്ടോ? എന്തുപറ്റി? എടാ മനുഷ്യനായ കുറച്ച് ഉത്തരവാദിത്വം വേണം, മറിച്ച് ഞാൻ അമ്മ കാര്യം പറഞ്ഞു. എടാ അവളുടെ കയ്യിലും കാതിലും ഒന്നുമില്ല, ഒരു പെണ്ണിൻ്റെ കയ്യിലും ഇല്ല കാതിലും ഇല്ല, നാണമുണ്ടോടാ നിനക്ക്? ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ഇവിടെ ഇരിപ്പുണ്ട്, ഇവളെടുത്ത് ഇടാത്തതിന് ഞാൻ എന്ത് ചെയ്യാൻ? ബിന്ദുവിന് വേറെ സ്വഭാവമുണ്ട്. ബിന്ദു ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ നേരെ വന്നാൽ ഈ മോതിരം ഊരി ഇവിടെ വയ്ക്കും, അത് ഊരി ആ ഫ്രിഡ്ജിന് മുകളിൽ വയ്ക്കും, ഇത് ഊരി അവിടെ വയ്ക്കും, ഇത് ഇവർക്ക് ഈ സ്വർണ്ണം ഇടുന്ന ഇഷ്ടമല്ല. എല്ലാം സിനിമയിലെല്ലാം ഇടുന്നുണ്ട്, ഈ രാത്രി കിടക്കുമ്പോൾ ഇതെല്ലാം ഇട്ട് വെക്കുക. അവസാനം ഞാൻ ബിന്ദുവിനെ വിളിച്ചിട്ട് അതിൻ്റെ ഇരിപ്പിച്ച് ഞാൻ കൊണ്ട് നാണ്ടതിക്കുന്നു കയ്യിലും കാതിലെ മേലിൽ ഊരിപ്പോയാൽ എന്ന് പറയുന്നത്. അമ്മയ്ക്ക് ആഭരണങ്ങളൊക്കെ ഇട്ട് അങ്ങനെ അമ്മ എങ്ങനെ 1-2 മാലയൊക്കെ ഇട്ട് 2-3 മോതിരമൊക്കെ ഇട്ട് ഒരു 5-6 വളയൊക്കെ ഇട്ട് അത് കുളിച്ച് ഭസ്മമൊക്കെ ഇട്ട് അങ്ങനെ കൊണ്ടും എക്കാലത്തും ചന്ദനം തൊട്ടാലൊന്നും അറിയില്ല അമ്മയ്ക്ക്, അത്രയും കളറാ. വെള്ള മുടിയും. ഇതിനോട് ഇഷ്ടമായിരുന്നോ? ഭയങ്കര ഇഷ്ടമായിരുന്നു. ചിരിക്കും എപ്പോഴും. ഞാൻ പിന്നെ എപ്പോഴും അമ്മയെ കാണാൻ പോകുമ്പോ എപ്പോഴും അടിഞ്ഞൊരുങ്ങിട്ടേ പോകാറുള്ളൂ. അത് നിർബന്ധമായിരുന്നു. ഈ അമ്മയോടെ ഞാനിപ്പോൾ ഈ അമ്മയും അച്ഛനുമായിട്ടുള്ള ബന്ധം ഓർക്കണം. അമ്മയിലേക്ക് തന്നെ നമുക്ക് വരാം. അപ്രതീക്ഷിതമായിരുന്നു അമ്മയുടെ മരണവും മറ്റും ആ സമയത്ത്. അന്ന് എത്ര വയസ്സായി അമ്മ മരിക്കുമ്പോൾ? അമ്മയ്ക്ക് 91. കിടപ്പിലായോ? ഇല്ലില്ല, കിടപ്പിലായി. അമ്മ കിടന്നിട്ടില്ല. അമ്മ മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഒന്ന് വീണു എന്ന് പറഞ്ഞു. അപ്പം പ്രോപ്പറി നമ്മളെ വിളിച്ച് ഇങ്ങനെ ഒന്ന് വീണായിരുന്നു എന്ന് വേറൊരാൾ മുഖാന്തരം വേറൊരിടത്ത് വിളിച്ചമ്മടുത്ത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങനെ സീരിയസ് ആയിരിക്കില്ല. അപ്പോൾ നമ്മൾ ഷൂട്ട് അതെ. എൻ്റെ നേരെ മൂത്ത ചേച്ചിയുടെ മോളുടെ ഹസ്ബൻഡുണ്ട് ഉണ്ണി എന്ന് പറഞ്ഞിട്ട്, അവനോട് എഴുകോൺ കട നടത്തുക. അപ്പം ഞാൻ അവൻ്റെ നീ ഒന്ന് പോയി നോക്കണേ പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പോയി നോക്കിയിട്ട് വേറെ കുഴപ്പമൊന്നുമില്ലമ്മ, ഈ നെറ്റിയുടെ അവിടെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഒന്ന് മുറിഞ്ഞിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലമ്മ എന്ന് പറഞ്ഞു. ഇനി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു, വീട്ടിലോട്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞു. അത്രയല്ലേ ഉള്ളൂ. 3-ാമത്തെ ദിവസം കേൾക്കുന്നത് മരിച്ചു. ഷോക്കായിപ്പോയി. ആ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നോ അങ്ങനെ 1-2? എന്നെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, എനിക്ക് അമ്മയും ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടം എൻ്റെ അമ്മയെടുത്താണ്. അത് എന്താ പറയുക, അത് ഒരു കണക്കിന് പോയത് നന്നായി, നരകിക്കാതെ. പെട്ടെന്നായല്ലോ. 98 ദിവസം ജീവിച്ചു. അതെ, ജീവിച്ചു. ആവശ്യങ്ങളെല്ലാം കണ്ടു. മകൻ എന്നുള്ള നിലയിലുള്ള ഉയർച്ചയും കണ്ടു, അതിൻ്റെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളും കണ്ടു, അത് സോൾവ് ചെയ്ത സംഭവം കണ്ടു, എല്ലാം കൂടെ കണ്ടിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ വലിയ ഫീലിംഗ് ഇല്ല. പക്ഷേ ഒരു മകനെന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യേണ്ട പല കാര്യങ്ങൾക്കും ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് വിഷമമുണ്ട്. കാരണം മരണത്തിന് ശേഷം പോലും എന്നുവെച്ചാൽ അതെല്ലാം അവരങ്ങോട്ട് എടുക്കുകയായിരുന്നു. പിന്നെ ഞാനായിട്ടൊരു വിഷയം ഉണ്ടാക്കിയാൽ അത് വെറുതെ അപ്പോഴും ഞാൻ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ വേറെ വിഷയം ആയി കഴിഞ്ഞാൽ അത് മോശമല്ലേ. പിന്നെ ആ സമയത്ത് അങ്ങനെ എൻ്റെ അച്ഛനെയൊക്കെ അടക്കിയിരുന്ന എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വലിയച്ഛൻ്റെ വീട് മുകളിലുണ്ട്. അവിടുത്തെ പറമ്പിലാണ് സാധാരണഗതിയിൽ ഈ മറവ് ചെയ്യുകയും അല്ലെ ദഹിപ്പിക്കുകയും ചെയ്യാം. ഇത് അച്ഛൻ്റെ അടുത്ത് തന്നെ വേണം എപ്പോഴും അമ്മ പറയുന്നത്. അതുകൊണ്ടാണ് അമ്മ എൻ്റെ കൂടെ എപ്പോഴും നിൽക്കാത്തത്. മനസ്സിലായി. ഇവിടെ കാണാൻ വെച്ച് വല്ലതും പോയി കഴിഞ്ഞാൽ ഇവിടെ ആയി പോകുമല്ലോ എന്ന് പേടിച്ചിട്ടാണ് അമ്മ ഈ പോകുന്നത്, കൊട്ടാരക്കരയിലേക്ക് പോകുന്നത് മൊത്തം. അല്ലെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഇവിടെ അമ്മയ്ക്ക്. ബിന്ദുവിൻ്റെ അമ്മയും ഭയങ്കര ഇഷ്ടമാണ്. അവർ രണ്ടുപേരും ഇവിടെ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞ് TV ഒക്കെ കണ്ട് അങ്ങനെ ഇരിക്കും. അത് അവർ കൊണ്ടുവന്നിട്ട് ആ കൊല്ലം ശ്മശാനത്തിലോട്ട് കൊണ്ടുപോയി. അയ്യോ, അവിടെ എവിടെ അടയ്ക്കെന്ന് പോലും അറിഞ്ഞൂടാ നമുക്ക്. അമ്മ അത്രയും പറഞ്ഞിട്ടും അവരത് ഗവനിച്ചില്ല. അവർ തീരുമാനിച്ചു. അതിലാണോ ഒരു ഉടക്ക് വെക്കാൻ ശ്രമിച്ചത്? അതിനെനിക്കൊരു ഭയങ്കരമായിട്ട് പ്രയാസം തോന്നി ചെയ്യാം. പക്ഷേ ഇവിടെ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മളിവിടെ ഒരു സീൻ ഉണ്ടാക്കിയാൽ അത് മൊത്തത്തിൽ സീനായിട്ട് മാറും. അമ്മ സമാധാനത്തോടെ പോട്ടെ. അമ്മ അങ്ങനെ കണ്ടിട്ട് പോണോ? വെറുതെ എന്തിൻ്റെ പേരിലാ പോയി. ഈ അച്ഛൻ സിനിമയിൽ ഭയങ്കര തിരക്കുള്ള സമയത്ത് അമ്മ
അങ്ങനെ ഒരു നിഴലായി നിൽക്കുമായിരുന്നു. ആ ഒരു ഓർമ്മയുണ്ടോ ചെറുപ്പത്തിൽ? സത്യം പറഞ്ഞാൽ ഈ ശോഭ വരെയുള്ള സമയത്തായിരുന്നു അച്ഛൻ്റെ ഒരു പീക്ക് ടൈം. ഞങ്ങളൊക്കെ വന്നപ്പോഴത്തേക്ക് ഏതാണ്ട് പടങ്ങളുണ്ടെങ്കിൽ പോലും അത്ര ഒരു എല്ലാ ദിവസങ്ങളും ഷൂട്ട് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. എങ്കിൽ കൂടി അമ്മ എന്ന് പറയുന്നത് ഈ സിനിമാ മേഖലയിലേക്ക് അച്ഛൻ്റെ കാര്യങ്ങളിലേക്കോ അതിൻ്റെ കാര്യങ്ങൾക്കോ ഒന്നുമില്ല. അച്ഛൻ്റെ ഡ്രസ്സ് ശരിയാക്കി വയ്ക്കുക, പെട്ടിക്കാത്ത സംഭവങ്ങൾ വയ്ക്കുക, ഉച്ചയ്ക്ക് കൊണ്ടുപോകാനുള്ള ഫുഡ് ഉണ്ടാക്കി വയ്ക്കുക, പിന്നെ ഞങ്ങളെ നോക്കുക, വീട്ടിലെ കാര്യങ്ങൾ മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു അമ്മ ഉണ്ടായിരുന്നത്. അല്ലാതെ സിനിമാ ലോകത്തേക്ക് ചിന്തിച്ചിട്ടേ ഇല്ല. ചോദിച്ചിട്ട് അച്ഛൻ മദ്രാസിലേക്ക് താമസം മാറാന്ന് പറഞ്ഞപ്പോൾ പോലും അമ്മ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്നാണ് പറഞ്ഞത്. അന്ന് നസീർ സാറിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ വേറൊരു സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ വാങ്ങിക്കാൻ നസീർ സാറ് പറഞ്ഞിട്ട് അത് വാങ്ങിക്കാനായിട്ട് അച്ഛൻ ഇരുന്നപ്പോൾ അമ്മയോട് ചോദിച്ചിട്ട് വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അമ്മ പറഞ്ഞു പറ്റില്ല, അവിടെ മേടിച്ചില്ല, താമസിച്ചില്ല. അപ്പം അതൊക്കെയാണ് അമ്മയ്ക്ക് ഒരു അമ്മ ഈ മരിക്കുന്ന സമയം വരെ ചെരുപ്പിടില്ലായിരുന്നു. അമ്മ ഭയങ്കര ചിട്ടയിലാണ് അമ്മയുടെ. എന്താ അമ്മ പറയുന്നത് കാല് ഭൂമി ചവിട്ടി നടക്കാനാണ്. കുളിയൊക്കെ ഭയങ്കര പ്രത്യേക. എല്ലാ പണ്ടത്തെ ആൾ ചെവിയുടെ ഇവിടെ അമ്മ ഉച്ചയിൽ എണ്ണ വയ്ക്കുക, ചെവിയുടെ എണ്ണ വയ്ക്കുക, പുക്കളുടെ എണ്ണ വയ്ക്കുക, കാലിൻ്റെ പാദത്തിനകത്ത് എണ്ണ വയ്ക്കുക. അതങ്ങനെയാണ് ഒരു 1.5-2 മണിക്കൂറത്തെ പണിയാണ് കുളി. ഈ ആഭരണങ്ങളൊക്കെ ധാരാളം ധരിക്കുകയും ചെയ്യും, പക്ഷെ ചെരുപ്പെടുത്തില്ല. പണ്ട് ആഭരണം എന്ന് പറഞ്ഞാൽ ഒരു മാലയും 3-4 വളയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ കുറച്ച് പ്രായമായതിനു ശേഷമാണ് കൂടുതൽ ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴും ചെരുപ്പിടില്ല. അച്ഛൻ നിർബന്ധിച്ച് ചെരുപ്പ് വാങ്ങിച്ചിട്ട് അവിടുത്തെ അമ്പലത്തിൻ്റെ അവിടെ പോയതാ. വഴിക്ക് വെച്ച് ചെരുപ്പ് റോഡിൽ ഊരിയിട്ടിട്ട് അമ്മ നടന്നുപോയി. അച്ഛൻ പറയുന്നിട്ടുണ്ട് ഞാൻ അതും പിടിച്ചോണ്ട് തിരിച്ചു പറയാതെ ഇവിടെ പറയാൻ നടക്കേണ്ട ഗതികേട് എനിക്കുണ്ട്, ചെരുപ്പും പിടിച്ചോണ്ടേ റോഡിൽ കൂടെ. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു അച്ഛൻ പറയായിരുന്നു. അച്ഛൻ മരിച്ചത് ഏത് വർഷമായിരുന്നു? അച്ഛൻ 86. അപ്പോഴത്തേക്കും കുറെ വർഷം അപ്പൊ അവർ സിനിമയിൽ നിന്ന് സജീവ തിരക്ക് കഴിഞ്ഞ് വീട്ടിൽ തന്നെ ആയി. മൈ ഡിയർ കുട്ടിച്ചാത്തൻ അങ്ങനെയുള്ള വല്ലപ്പോഴും ഉള്ള പടങ്ങൾ മാത്രം ഉള്ള സംഭവങ്ങളായി വീട്ടിൽ തന്നെ ആയിരുന്നു സംഭവം. ഇവർ തമ്മിൽ അങ്ങനെ ഒരു പൊട്ടിത്തെറിയൊന്നും ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ചെറിയ സൗന്ദര്യപ്രകങ്ങൾ ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ടാണ്, കുടുംബമല്ലല്ലോ. അതെ. അപ്പൊ അത്രേ ഉള്ളൂ. ദേഷ്യം വന്നാൽ ചിലപ്പോൾ അച്ഛൻ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് വെച്ചാൽ കുറ്റപ്പെടുത്തലാണ്. അങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടായിരുന്നു, ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ അമ്മ വളരെ പതുക്കെ പറയും എല്ലാം ചെയ്തിട്ടെന്താ. അങ്ങനെയാണ് എന്നുവെച്ചാൽ ഒരു സൈഡിലേ ഉള്ളൂ സൗണ്ട്, പറയുകയും ചെയ്യും. അമ്മയ്ക്ക് സമാധാനമായി, അച്ഛനും സമാധാനമായി. അപ്പൊ അതുകൊണ്ട് അവിടെ വലിയ ഭയങ്കര വൻ വിഷയങ്ങൾ ഉണ്ടായിരുന്നില്ല. അല്ല, ഈ അച്ഛന്റെ സിനിമാ കാലത്തെ കുറിച്ച് ഓർമ്മയുണ്ടോ? നല്ല തിരക്കുള്ള സമയത്തെ കുറിച്ച്. ഞാൻ പീക്ക് ചെറുപ്പമായിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഓർമ്മയെന്ന് വെച്ചാൽ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന ഒരാളാണ് അച്ഛൻ. ഈ അച്ഛനെ പറ്റി ഓർക്കുമ്പോൾ ഒരു ചന്ദന പൗഡറിൻ്റെ മണമാണ് ഓർമ്മ വരിക. ഈ ജവാദിൻ്റെ ഒരു പൗഡർ കിട്ടുമായിരുന്നു പണ്ട് മദ്രാസിൽ, ഒരു ചെറിയ കുപ്പിയിൽ. അതിങ്ങനെ ശകലം വെള്ളത്തിൽ തേച്ചിട്ട് ഇങ്ങനെ ശരീരത്തിൽ തേക്കുകയുള്ളൂ. പക്ഷെ അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ആ മണമാണ് വെത്തുക അങ്ങോട്ടത്തെ. അപ്പം അങ്ങനെയാണ് അച്ഛൻ്റെ മണമെന്ന് പറയുമ്പം നമുക്ക് ആ ചന്ദന പൗഡറിൻ്റെ മണമായിട്ട് നമുക്കറിയാവുള്ളൂ, അല്ലാതെ അച്ഛൻ്റെ വേർപ്പിൻ്റെ മണം നമുക്കറിയത്തില്ല. ഒരു ഉച്ചയ്ക്കൊക്കെ ആയിരിക്കും എത്തുക. അന്ന് ട്രെയിനാണ് യാത്ര. റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഞങ്ങളുടെ വീട്. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡാ എന്ന് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാം. അപ്പം അങ്ങനെയാണ്. പക്ഷെ അച്ഛൻ അവിടെ ഇറങ്ങിയിട്ട് പെട്ടികളിങ്ങി വരും. അച്ഛൻ വരണമെങ്കിൽ ഒരു 2-3 മണിക്കൂർ കൂടെ കഴിയും. അന്ന് കൊട്ടാരക്കര വഴി ഉണ്ട്, അത് വഴിയോ ട്രെയിനുള്ളൂ, മീറ്റർ ഗേജേ ഉള്ളൂ, മനസ്സിലായി. ബ്രോഡ് ഗേജ് ഇല്ല. ചെന്നൈന്ന് വരുന്നുണ്ട്. ഇവിടുന്ന് പോകുന്നതും ഈ മീറ്റർ ഗേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തെങ്കാശി വഴി, അങ്ങനെ പുനലൂർ, അങ്ങനെ വഴിയോ പോകുന്നത്. അതായിരുന്നു മെയിൻ റൂട്ട്. അതുകൊണ്ടാണ് നസീർ സാറായാലും ആരായാലും ശരി തന്നെ മദ്രാസിലോട്ട് പോകാൻ വരുമ്പോൾ നമ്മുടെ വീട്ടിൽ കയറുന്നത്. ശരി. അപ്പൊ അന്ന് അത് വളരെ പ്രധാനപ്പെട്ട ഇപ്പോഴാണ് ഒട്ടും പ്രസക്തമല്ല. അവിടെ ആയിരുന്നു അവർ അവിടെ വന്നിട്ട് നേരെ കൊല്ലത്തു നിന്നായിരുന്നല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് വന്നാൽ നേരെ വീട്ടിൽ വരും, വീട്ടിൽ വന്നിരിക്കും. വീട്ടിൽ വന്നിരുന്ന് അന്ന് ചിലപ്പോൾ ഇരിക്കും. പിറ്റേ ദിവസം ചിലപ്പോൾ ഒരു ഉച്ചയ്ക്കൊക്കെ ട്രെയിനുള്ളത്, ഒരു 2-12 മണിയൊക്കെ ഊണൊക്കെ കഴിച്ച്, അല്ലെങ്കിൽ ഊണൊക്കെ പൊതിഞ്ഞ് നസീർ സാറെല്ലാം വാങ്ങിച്ചുകൊണ്ട് അമ്മ ഒരു തക്കാളി വെച്ചിട്ട് തീയൽ വയ്ക്കും. അത് നസീർ സാറിന് ഭയങ്കര ഇഷ്ടമാണ്. നസീർ സാറിനല്ല ഒരുമാതിരിപ്പെട്ടവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഒന്ന് വിളിച്ചു പറയും. അന്ന് 39 വീട്ടിലെ ഫോൺ നമ്പർ, 2 ഡിജിറ്റേ ഉള്ളൂ തുടക്കത്തിൽ. അപ്പം അത് അവിടെ വിളിച്ചു പറയും വിജയമേ ഒന്ന് ഒരു തീയലുണ്ടാക്കി വെക്കണേ, ഞാൻ നാളെ എത്തുന്നുണ്ട്. നമ്മൾ അതുണ്ടാക്കി വെച്ചു. ഉച്ചയ്ക്കുള്ളതും രാത്രിത്തേക്കുള്ളതും കൂടെ കരുതിക്കൊണ്ടാണ് സാറൊക്കെ പോകുന്നത്. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ വീട്ടിൽ വരികയും ചെറുപ്പത്തിലേക്ക് ഇവരെ കാണാൻ സാധിക്കുകയൊക്കെ ചെയ്യും. അച്ഛൻ എല്ലാവർക്കും സ്വീകാര്യനായിരുന്നു, ആദരണീയനായിരുന്നു. അതെ,
അതുകൊണ്ട് ആ ഒരു അങ്ങനെ ഇവരെല്ലാം കാണാം. അപ്പം നസീർ മോഹൻലാലിനെ കാണാൻ പറ്റിയില്ലെങ്കിൽ നസീറിനെ എപ്പോഴും കാണും. എപ്പോഴും കാണും. നസീറിന്റെ ആ സമയത്തൊക്കെ സാറിന്റെ മടിയിൽ സത്യമാഷിന്റെ മടിയിലൊക്കെ കയറി ഇരിക്കാൻ നമുക്കൊരു അവസരം കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു ഭാഗ്യല്ലേ. അടിപൊളി. അപ്പം അമ്മയ്ക്ക് അപ്പോഴൊന്നും പരാതിയില്ലേ ആ സമയത്ത്, അച്ഛന്റെ സിനിമാ തിരക്കിന്റെ കാലത്ത്? അല്ല, പരാതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പരാതി ഇത് ഭക്ഷണം കഴിക്കാൻ എല്ലാരും കൂടെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും എന്തോന്നു പറയാതെ വരുന്നെന്ന് പറഞ്ഞില്ലേ, പെട്ടെന്ന് എല്ലാരും കൂടെ ഒരുപാട് പേര് വരും. എല്ലാവരും അതെ. നമ്മുടെ കുടുംബത്തെ അടുക്കളയുടെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു എൽ ഷേപ്പിലൊരു വരാന്തയുണ്ട്. ഒരു 10-20 പേർക്ക് ഇങ്ങനെ ഇരിക്കാം. അച്ഛൻ വരുമ്പോൾ അച്ഛൻ്റെ കൂടെ ഒരു 10-25 എണ്ണം കാണും. അവിടെ ഉള്ളവരും അത് ചിലപ്പോൾ അതിനകത്ത് പോട്ടർമാരുണ്ടാവാം, ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഇതും. അച്ഛനങ്ങനെ ഈ അവരവിടെ ഇരിക്കണം, ഇവരിവിടെ ഇരിക്കണം എന്ന് എല്ലാവരും ഒന്നിച്ചിരിക്കുന്ന അച്ഛനെ വിളമ്പുന്ന ഫുഡ് വിളമ്പുകയും വേണം എല്ലാവർക്കും വിളമ്പ് വെച്ചാൽ. അപ്പം അമ്മ പറയുന്നത് ഇത് എങ്ങനെ ഞാൻ അറ്റ്ലീസ്റ്റ് നേരത്തെ പറയണ്ടേ, ഇതാണെന്ന് പറഞ്ഞാൽ ഞാനിത് എന്തെങ്കിലും ഉണ്ടാക്കി. ഇത് പറയത്തുമില്ല. അച്ഛന് ലിവർ ഫ്രൈ എന്തെങ്കിലും വിളമ്പണം, അച്ഛന് വെണ്ണ വേണം നിർബന്ധമാണ്. അപ്പം ഈ വെണ്ണ ഇടുമ്പോൾ അവർക്ക് കൂടെ അമ്മ പറയും ഇത്രയും 20-25 പേർക്ക് കൊടുക്കാനുള്ള വെണ്ണ എവിടെ ഇരിക്കുന്നു. അച്ഛൻ അത് കുഴച്ച് ആദ്യം കഴിക്കുള്ളൂ. അച്ഛൻ അത് വേണം. ആ ലിവർ വാങ്ങിക്കുന്ന ഒരു ലിവർ എന്നാ തന്നെ ഉണ്ടാക്കുള്ളൂ. അതമ്മ സൂപ്പ് ഇട്ട് വെച്ചിട്ട് ബാക്കിയാണ് ഫ്രൈ ചെയ്യുന്നത്. ഇത് ഇവർക്കെല്ലാം വിളമ്പണം പറയും. അതുകൊണ്ട് അതായിരുന്നു അമ്മയുടെ ഏറ്റവും വലിയൊരു പരാതി. അമ്മയുടെ ഒരു ഭയങ്കര വന്ന് എല്ലാം കൂടെ ഞാൻ എവിടെ, അതാണ് സംഭവം. പിന്നെ അമ്മയ്ക്കും ഇവളുടെ ഒരു കുഴപ്പം പോലെ ഉണ്ട്. എല്ലാം അടുപ്പിച്ചു കൊടുക്കാൻ ആൾക്കാരുണ്ടാവും, പക്ഷേ വെക്കുന്നത് മൊത്തം ഇവിടെ വെക്കുക, അമ്മയെ വെക്കുള്ളൂ. അത് തന്നെയാണ് ബിന്ദു. ഇവിടെ 2 പേരുണ്ട്. 2 പേരും വന്ന് എല്ലാം വെച്ചിട്ട് പോകും, ഇവള് തന്നെ വെക്കുള്ളൂ. അങ്ങനെ ഒരു സംഭവമുണ്ട്. അത് തൃപ്തി വരണമെങ്കിൽ അങ്ങനെ ബിന്ദു അല്ലേ? എനിക്ക് ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, ഭക്ഷണം ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. അപ്പോ ചെയ്യുമ്പോ അതേപോലെ അരിയണത് വരെ ഒരു രീതി ഉണ്ട്. അപ്പൊ അതിൽ ചെയ്താലേ തൃപ്തിയുള്ളൂ. അല്ലെ തിരക്കിന്റെ ഇടയിൽ അതൊക്കെ പറ്റുമോ? എനിക്ക് സിനിമ കഴിഞ്ഞാൽ പിന്നെ വീടാ കഴിയുന്നത് വീട്ടിൽ തന്നെ എപ്പോഴും. ഞങ്ങൾക്കൊരു ട്രാവൽ കിറ്റ് ഉണ്ട്. ഒരു മേശ തൊട്ടിട്ട് അതിനകത്ത് സ്റ്റാൻഡ്, പിന്നെ എന്താ പറയാ, ഇപ്പം എല്ലാം മുളക്, മല്ലി, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് എല്ലാം വെച്ചിട്ടൊരു ബാഗ് ഉണ്ടാവും. പിന്നെ കുക്കിംഗ് വെക്കാനായിട്ട് ഒരു ഇതുണ്ടാവും, ഒരു കുക്കർ ഉണ്ടാവും. അപ്പൊ അയാള് പോണ വഴിയിലൊക്കെ കാണുന്ന സ്ഥലമില്ലേ, അതിന്റെ സൈഡിലോട്ട് നിർത്തും. കുക്ക് റോഡിൽ ഇരുന്ന് ഞാൻ വണ്ടി ഇങ്ങനെ ഇട്ടിട്ട് ഈ ഡോർ തുറന്നിടും. അവിടെ നിന്ന് അപ്പുറത്ത് കസേര ഉണ്ട്, അവിടെ ഇരിക്കും. ഞാൻ അതിനകത്തിരുന്ന് ഉരുളക്കിഴങ്ങ് ചുരുട്ടി കൊടുക്കല്, ഉരുളക്കിഴങ്ങ് മുറിച്ച് കൊടുക്കല്, കാര്യങ്ങളെല്ലാം കൂടെ ആരും എടുത്തിട്ടില്ല. അതെടുക്കല് അതെടുക്കല്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചോറ് വെക്കും, കുറച്ച് എന്നിട്ട് ഉണക്കമീൻ ഉണ്ടാകും, ഉണക്കമീൻ വറക്കും, ഒരു പപ്പടം. എന്നിട്ട് കൊട്ടാരക്കര പുളി എന്ന് പറഞ്ഞൊരു പുളിയുണ്ട്, പുളി വിഴിഞ്ഞിട്ട് ഒരു കടു വറുത്തെടുക്കുന്ന സംഭവം. അത് പിന്നെ 2 ബീർ വാങ്ങിക്കും. കഴിച്ചാൽ അത് പൊട്ടിച്ച് 2 ബീറും കഴിച്ച് സുഖമായിട്ട് ചൂട് ചോറൊക്കെ കഴിച്ച് പഠിക്കാതെ പോകും. ഒരു ദിവസം ഇവിടെ പോയപ്പോൾ എന്താ പറയാ, നമുക്ക് ഇവിടെ നിർത്താൻ നല്ല ലൊക്കേഷൻ എന്ന് പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴാണ് കാട്ടുതീ സൂക്ഷിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ ചെക്കിംഗ് ഉള്ളതാണ്, അവിടെ നിർത്താന്ന്. ഇതാണ് ഞങ്ങൾ ഹോട്ടലിലൊക്കെ ഉണ്ടാക്കും. ഇനി നമ്മളെ പിടിക്കൂട്ടോ പറഞ്ഞ ഹോട്ടലിലുണ്ടാക്കും. അല്ല, എന്താണ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം? ഉണ്ടാക്കി കഴിക്കുന്നതല്ല ഇഷ്ടം, ഉണ്ടാക്കി കഴിപ്പിക്കുന്നതാണ് ഇഷ്ടം. എപ്പോഴും പ്രൊഡക്ഷൻ ഫുഡൊക്കെ ആയിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ചില ലൊക്കേഷനിൽ എനിക്ക് ചില സാമ്പാർ ചിലപ്പോൾ അത് കൊണ്ടുപോകുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എപ്പോഴും ഒരേ ഫുഡല്ലേ കഴിക്കണേ. അപ്പോൾ ഇടയ്ക്കൊരു വെറൈറ്റി, പിന്നെ അത് ചൂടോടെയൊക്കെ കഴിക്കാൻ കുക്കറോടുകൂടിയൊക്കെ പോകും. രാത്രി സിദ്ധിക്കൊക്കെ വരും, ദോശയിലിടാം ദോശ. ഒരു സ്ഥലം ഞാൻ വിളിച്ചിടാ, നല്ല ദോശയുണ്ട്, ചമ്മന്തി ഉണ്ട്, വരുന്നുണ്ടാകട്ടെ, ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ചോളടാ. ഞാൻ ശരിയെന്നാ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം ബെല്ലടിച്ച് ഞാൻ തുറന്നപ്പോൾ സിദ്ധിക്കാൻ ബിന്ദു ഉണ്ടാക്കുന്ന ചമ്മന്തിയുടെ രുചി വായിന്ന് പോയിട്ടില്ല. ഞാൻ എന്തായാലും ഞാൻ വന്നവിടെ ഒരു 3 ദോശയും ചമ്മന്തിയും ഒരു ഓംപ്ലേറ്റോടെ കഴിച്ചിട്ടാവും പോയത്. അവിടെ താമസിക്കുമ്പോഴോ അതെവിടെയോ? ആനക്കള്ളന്റെ ഷൂട്ടിങ്ങിന് ലൊക്കേഷനിൽ ഹോട്ടലിൽ ഞങ്ങൾ കാരവണ്ണാത്തല്ല ഉണ്ടാക്കും. അങ്ങനൊക്കെ കാരവനിലാണ് നമ്മൾ അത്യാവശ്യം ഇങ്ങനത്തെ യാത്ര ചെയ്യാൻ പോകുമ്പോൾ അല്ലേ? അല്ല, ഞങ്ങൾ കാരണത് പോയാലും ഇത് ചെയ്യും.
ആണോ? കാറിനകത്ത് പോയിട്ടോ ഇത് കാരവാൻ അപ്പൊ ഷൂട്ടിംഗ് സ്ഥലത്ത് ഉള്ളതല്ലേ. ഞാൻ എന്റെ കാരവാൻ കൊടുത്തു. കാരണം എന്ന് വെച്ചാൽ ആ കാരവാനിൽ കയറാത്തതായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഉണ്ടാവും. എനിക്ക് ഇപ്പം ഇറങ്ങി കഴിഞ്ഞിട്ട് ഷോട്ട് കഴിഞ്ഞതിന് ശേഷം തിരിച്ചു ചാടി ഈ കാരവാനിൽ കയറി എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് അവിടെ ഇരുന്നിട്ട് ക്യാമറയിൽ അവിടെ എന്താ നടക്കുന്നത്, അടുത്ത സീൻ എന്താ അവർ ചെയ്യുന്നത്, അടുത്ത ഷോട്ട് അവരെടുക്കുന്നത്, ആരാന്ന്, അയാൾ എന്താ ചെയ്യുന്നത്, ഇതൊക്കെ നോക്കി എനിക്ക് അവിടെ തന്നെ ഇരിക്കണം. അല്ലാതെ എനിക്ക് ഇത് കഴിഞ്ഞ് ഫോൺ നോക്കിക്കൊണ്ട് ചാടി ഇതിനകത്തോട്ട് കയറുന്നത് എനിക്ക് താല്പര്യമില്ല. ഞാൻ നോക്കുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ കാരവാനിൽ കയറാത്തത്. ബാക്കി എല്ലാവരും അതിനകത്താ വിറ്റു. അത് ഞാൻ പറഞ്ഞത് അത് എന്തിനാ ബിന്ദു, ഞാൻ 2 പേർക്ക് ശമ്പളവും കൊടുക്കണം, ഇതിന്റെ ഡീസലിന്റെ കാര്യം നോക്കണം, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാനൊട്ട് കയറുമില്ല. അങ്ങനെ അത് കൊടുത്തു. അത്ര വാശികളില്ലല്ലോ. ഇല്ല. അപ്പം ഞാൻ ചോദിക്കുന്നത്, ബിന്ദു എങ്ങനെ ഈ കുക്കിംഗ് ഇത്ര പഠിച്ചേ? ഞാൻ സ്വതവേ ഇങ്ങനെ സ്വയം പഠിച്ചതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റെ അമ്മ അച്ഛനും ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. അമ്മ ക്രിസ്ത്യനും അച്ഛൻ നായരും. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര വിപ്ലവം ഉണ്ടാക്കിയ കല്യാണമാണ്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോ ചെറുതിലേ ഇങ്ങനെ പറയും, നല്ല ഭക്ഷണം ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ ഭർത്താക്കന്മാരൊക്കെ പുറത്തുപോയി കഴിക്കും എന്നൊക്കെ പറയും. അമ്മയ്ക്ക് ഭക്ഷണം ഉണ്ടാകുമ്പോൾ ഒറ്റ മോള ഭക്ഷണം ഉണ്ടാക്കാൻ ഭയങ്കര ഇതാണ്. എനിക്കൊന്നും അറിയില്ല. അമ്മ ജോലിയൊക്കെ ഉണ്ടായിരുന്ന. അപ്പൊ ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ആലോചിച്ച് നോക്കും, അപ്പൊ നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കണം എന്നൊക്കെ. നല്ല ഭർത്താവിനെ കിട്ടുള്ളത് അങ്ങനെ നല്ല ടേസ്റ്റ് പുറത്തൊക്കെ പോലെ ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ. പിന്നെ ഞങ്ങള് ക്വാർട്ടേഴ്സിൽ താമസിക്കുമ്പോൾ എല്ലാരും പല സ്ഥലത്തുള്ള ആൾക്കാരാ. പോർട്ടസ്റ്റിലാണെങ്കിലും ബേസിക്കലി അച്ഛൻ എവിടുത്തെ കാരണ? അച്ഛൻ കോഴിക്കോട്. അച്ഛൻ വടകര, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൽ വടകര. അമ്മയും കോഴിക്കോട്. കോഴിക്കോട് എവിടെ അമ്മയുടെ സ്ഥലം? അമ്മ മാവൂർ റോഡിനടുത്താണ്. ഗ്രാമങ്ങളിലല്ല, അവിടെ മലയോര ഗ്രാമം അല്ല. ആ സമയത്ത് മാവൂറോടൊക്കെ ഗ്രാമം പോലെ തന്നെയാണ്. ഓ ശരി. പണ്ട് കാലത്ത്. ഇപ്പൊ അമ്മ കോഴിക്കോട് പോകുമ്പോ അയ്യോ ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ വീട് എന്നൊക്കെ പറയും. പക്ഷെ അവിടെ ബസ് സ്റ്റാൻഡൊക്കെയാണ്. അവര് ഒരുമിച്ച് പോളിടെക്നിക്കിൽ പഠിച്ചതാ. ചെറുപ്പത്തിലെ പ്രേമമാണ്. പിന്നെ അന്ന് സമ്മതിച്ചൊന്നുമില്ല. പിന്നെ അച്ഛൻ മിലിറ്ററി പോയി. പിന്നെ രണ്ടാമത് വന്നു. അങ്ങനെ ഭയങ്കര കഥകളാണ്. എന്നിട്ട് വിളിച്ചോണ്ട് പോയി. എന്നിട്ട് പോയി. അമ്മയ്ക്ക് 3 വയസ്സുള്ളപ്പോ മരിച്ചു പോയതാണ്. അമ്മയ്ക്ക് സെക്കൻഡ് മദറാണ്. പിന്നെ അച്ഛനുണ്ടായിരുന്നു. അമ്മയുടെ അച്ഛനുണ്ടായിരുന്നു. മാഷാണ് അവര്. മാഷും ടീച്ചറൊക്കെ. പിന്നെ അമ്മേനെ കല്യാണം കഴിച്ചു കൊണ്ടിരുന്നത് ഇവിടെയാണ്, ഐലൻഡിലെ. അപ്പോഴത്തേക്ക് ഇങ്ങോട്ട് മിലിറ്ററി അതിന് മുമ്പേ വിട്ടോ? മിലിറ്ററി അതിന് മുമ്പ് വിട്ടിട്ടാ വന്നത്. മിലിറ്ററി വിട്ടിട്ട് വന്നാണ് കല്യാണം കഴിക്കുന്നത്. ശരി. പ്രേമിച്ച പെണ്ണിനെ കെട്ടാൻ വേണ്ടി പട്ടാളത്തിൽ ജോലി വിട്ട് വന്ന് കെട്ടാൻ വേണ്ടി പട്ടാളത്തിൽ പോയത്. പക്ഷെ പട്ടാളത്തിൽ നടന്നില്ല. പട്ടാളക്കാരനാണ് വേണ്ടത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ ഇവിടെ ജോലി ആയതിനു ശേഷമാണ് അമ്മേനെ കല്യാണം കഴിച്ചത്. അപ്പൊ പിന്നെ ബിന്ദു ജനിച്ചതൊക്കെ ഇവിടെയാ? അതെ അതെ. കോഴിക്കോടുകാരില്ല? ഇല്ല. ഞങ്ങള് പോർട്ട് ട്രസ്റ്റ് ഐലൻഡ്, കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് ഞങ്ങള് 3 പേരും ജനിച്ചത്. അച്ഛൻ എത്ര കാലം പോർട്ട് ട്രസ്റ്റ് വർക്ക് ചെയ്തു? അച്ഛൻ എനിക്ക് തോന്നുന്നു 52 വയസ്സിലാണ് മരിക്കുന്നത്. എങ്ങനെ ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു? അച്ഛന് ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗർ കുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. അച്ഛനന്ന് ഞാനപ്പോൾ ഷൂട്ടിംഗ് സ്ഥലത്താ. വളയം എന്ന് പറഞ്ഞ എൻ്റെ 2ാമത്തെ പടം നടക്കുന്ന സമയമായിരുന്നു. പെട്ടെന്ന് ഫോൺ വരണേ. ഈ അച്ഛന് പട്ടാളക്കാരനായ അച്ഛന് ബിന്ദു സിനിമയിൽ പോകുന്നതിൽ എതിർപ്പൊന്നുമില്ലായിരുന്നു? പണ്ട് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ ഡാൻസിലൊക്കെ ഉണ്ടാവും. അപ്പൊ സിനിമയിലൊക്കെ വിളിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ ആ പരിസരത്തോട്ട് വരാമില്ല. അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റാ. അതല്ല പഠിക്കണം, അതായിരുന്നു മെയിൻ. അപ്പൊ അങ്ങനെ ചോദിക്കാൻ പോലും ആരും അവിടെ പോവില്ല. പിന്നെ ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞ് DPharm കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് DPharm പഠിച്ചു. സെന്റ് ജോസഫില് പഠിച്ചു എന്നേ ഉള്ളൂ. വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് സിനിമയിലെങ്കിലും ഒരു കുഴപ്പമില്ല. അപ്പൊ അത് കഴിഞ്ഞപ്പോ ഇതിനിടയിൽ എങ്ങനെ സിനിമയിലേക്ക് വരുന്നത്? സിനിമയിൽ വരുന്നത് ഞാൻ കേട്ട ഏതോ കൂട്ടുകാരി. അത് കമലത്തിൽ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്ന കുട്ടികളെ ചോദിച്ചിട്ട് ഒരു ഇതിട്ടുണ്ടായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് അല്ല, ചോദിച്ചതായിരിക്കും. എനിക്കറിയില്ല. മോനിഷയുടെ ക്യാരക്ടർ ഇല്ലേ, അപ്പൊ ആ ക്യാരക്ടറിന് വേണ്ടി അവര് കുട്ടികളെ നോക്കുന്നുണ്ടായിരുന്നു. ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠിച്ച കുട്ടികളെ. അങ്ങനെ നോക്കുന്ന സമയത്താണ് ഞാനിത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന് ഈ സ്ഥിരം ഈ സ്വഭാവം ഉണ്ട്. ഇങ്ങനെ ഓരോന്ന് അയക്കും തിരിച്ചു പണ്ട് കാലത്ത്. അവർക്ക് വേണ്ടി ഇല്ല, എനിക്ക് വേണ്ടി. ഇഷ്ടമാണ്. ഇപ്പോഴുണ്ട്. ഷർമിള എന്ന പേര് കോഴിക്കോട്. ഷർമിളയ്ക്ക് ബിന്ദുവിനോട് ഇഷ്ടം കാരണം ഞാൻ ഡാൻസ് ഒക്കെ ചെയ്യണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇവർക്ക് ഇത് പേപ്പറിലൊക്കെ നോക്കി മോഡേൺ ചിന്താഗതിയുള്ള ആളാ. അപ്പൊ ഇതൊക്കെ അയക്കും. അന്ന് ഇത് പത്രത്തിൽ കാണുന്ന പരസ്യമൊക്കെ. അച്ഛൻ വീട്ടില്ല എന്നൊക്കെ അറിയാം. എന്നാലും ഇത് വെറുതെ അതിനൊരു കത്ത് വരുമ്പോൾ ഒരു രസം. പക്ഷെ അതിങ്ങനെ
വരുന്നതിന് മുമ്പ് എന്നെ വിളിച്ചു പറഞ്ഞു ഞാനിങ്ങനെ ഒരു ഇതിൽ അയച്ചിട്ടുണ്ട് വരുമ്പോൾ ഒന്ന് പറയണം എന്ന് പറഞ്ഞു. അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. അങ്ങനെ കത്ത് വന്നു. അങ്ങനെയാണ് ആ മോനിഷയുടെ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഞാൻ പോണത്. അത് കഴിഞ്ഞിപ്പോൾ എന്തായാലും ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞല്ലോ, എന്താ പിന്നെ നോക്കാം. അന്ന് അച്ഛനൊന്നും പറഞ്ഞില്ല, ഒന്നുമില്ല. അച്ഛൻ ആദ്യത്തെ സിനിമ കണ്ടു. അപ്പൊ ആദ്യത്തെ സിനിമയ്ക്ക് പോയപ്പോ അച്ഛൻ അറിഞ്ഞില്ലേ? ഉണ്ട്, അച്ഛനറിയാം. അച്ഛനറിയാം. അന്ന് അച്ഛൻ നാട്ടിൽ പോയിരുന്ന സമയത്താണ് ഇത് വന്നത്. ഞാനും ബ്രദറും കൂടെയാണ് ആ ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കിട്ടിയതറിഞ്ഞു കണ്ടപ്പോൾ അച്ഛനും അമ്മയാണ് ആദ്യം പോയി സിനിമ കാണുന്നത്, ഞാൻ കാണുന്നതിന് മുമ്പ്. അച്ഛൻ അധികമൊന്നും അങ്ങനെ പറയുന്നു, കുഴപ്പമില്ല, കൊള്ളാം, അങ്ങനെ 1-2 വാക്കുകളെ പറയുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് വളയം എന്ന് പറയുന്നത്. അതേ ആൾക്കാർ തന്നെ. അന്ന് ഞാൻ പ്രൊഫഷൻ ആക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല. കഴിഞ്ഞോ? കഴിഞ്ഞ് നിൽക്കണ സമയം. ജോലി നോക്കുന്നുണ്ട്. ഇപ്പോ ജോലി നോക്കുന്നൊന്നുമില്ല, വീട്ടിൽ വന്ന സമയമാണ്. ഞാൻ രണ്ടാമത് ഡാൻസ് നിർത്തിയതുകൊണ്ട് ഒന്നുകൂടെ അത് പഠിക്കാൻ. സ്റ്റേറ്റ് ലെവലൊക്കെ പങ്കെടുക്കുമായിരുന്നു. പക്ഷെ അച്ഛൻ മാർക്ക് പറഞ്ഞ അപ്പൊ ഡാൻസ് ക്ലാസ് നിർത്തും. ഞങ്ങൾ കുട്ടിക്കാലത്ത് ഭയങ്കര ശിക്ഷണമാണ്, അതുകൊണ്ട് ഏറ്റവും ലാസ്റ്റ് പ്രോഗ്രസ് കാർഡ് കാണിക്കുന്നത് ഞങ്ങളായിരിക്കും. ഇല്ലെങ്കിൽ അപ്പൊ ഡാൻസ് നിർത്തും. അങ്ങനെ ഐലൻഡിലുള്ള എല്ലാ പരിപാടികൾക്കും ഉണ്ടാവും. കോളേജ് വരെ, പ്രീ ഡിഗ്രി വരെ ഉണ്ടായിരുന്നു ഡാൻസ്. സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിലൊക്കെ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അച്ഛന്റെ മരണം സംഭവിക്കുമ്പോൾ വളയത്തിന്റെ ഷൂട്ടിങ്ങിലാണോ? എന്നിട്ട് അതെങ്ങനെ അറിഞ്ഞത് ഇതുപോലെ ഫോൺ വന്ന് അച്ഛന് സുഖമില്ല എന്ന് പറഞ്ഞു വന്നത്. എന്നിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരിക്കലും അച്ഛൻ അങ്ങനെ മരണത്തിലേക്ക് പോകുന്ന ഒരു പ്രതീക്ഷയേ ഇല്ല, ചിന്തയേ ഇല്ലല്ലോ. ചിന്തയില്ല. ആ പ്രായത്തിൽ മരിക്കുന്നു നമ്മളാരും മരിക്കുന്നത് ചിന്തിക്കുന്നില്ല. അറിയാം, അങ്ങനെ അസുഖം ഉണ്ടെങ്കിൽ അച്ഛന് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല. പിന്നെ പട്ടാളം കഴിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട്. പക്ഷെ പെട്ടെന്നായിരുന്നു മരണം. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് കിടന്നതാണ്. പക്ഷെ പെട്ടെന്ന് മരിച്ചു. ഞാൻ വരുമ്പോഴത്തേക്കും മരണം നടന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഭയങ്കര. ഞങ്ങൾ പിന്നെ അച്ഛൻ്റെ തറവാട്ടിലാണ് അച്ഛനെ. അപ്പോൾ എപ്പോഴും അച്ഛൻ പറയുമായിരുന്നു അങ്ങോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇവിടുന്ന് അവിടെ പോയിട്ടായിരുന്നു അടക്കമൊക്കെ അടക്കിയത്. അത് കഴിഞ്ഞ് അമ്മ കൂടെയാണോ? അല്ല, ബ്രദറിന്റെ കൂടെ ആയിരുന്നോ? അല്ല, ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു. അപ്പോഴും പിന്നീട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് അവർ രണ്ടുപേരും. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടാണ് അവരുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞത്. ഓ ശരി. എന്നിട്ടാണ് മൂത്ത ആളുടെ കൂടെ പോയത്. അമ്മ ഇപ്പൊ എത്ര കാലം ബിന്ദുവിന്റെ കൂടെ? അമ്മ ഒരുപാട് വർഷമായി. അവിടെ ആയിരുന്നപ്പോഴൊക്കെ അമ്മയുണ്ട്, എപ്പോഴും അമ്മ കൂടെ ഉണ്ട്. ആദ്യമൊക്കെ ബ്രദർ കല്യാണം കഴിച്ചപ്പോൾ ആദ്യമൊക്കെ കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് അമ്മ എൻ്റെ കൂടെ തന്നെയായിരുന്നു. സായിക്കും ഇഷ്ടമാണ് അമ്മ നിൽക്കുന്നത്. പിന്നെ അതെനിക്ക് ദൈവം തന്ന ഭാഗ്യമാണ്. അത് ബിജുവേട്ടനായാലും സായിച്ചേട്ടനായാലും അതുപോലെ അമ്മ. അതുകൊണ്ട് നമുക്ക് അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും. അമ്മ എപ്പോഴും കൂടെ ഉണ്ട്. അമ്മയ്ക്ക് സിനിമയിൽ എതിർപ്പൊന്നും ഇല്ലായിരുന്നോ? ഇല്ല, അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ലൊക്കേഷനിലോ അങ്ങനെ എവിടെയോ അങ്ങനെ ഒരു ഇത്തിരി ഷൈ നേച്ചറാണ് അമ്മ. വരത്തില്ല. പണ്ട് സ്കൂളിലൊക്കെ ഇന്നാളെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഡാൻസ് കളിച്ചു സായി, ഞാൻ പണ്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായി എന്ന് പറയും. ഈ അച്ഛന്റെ മരണത്തിന് ശേഷം അമ്മ മതം മാറിയായിരുന്നോ? ഇല്ല 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 ഇല്ല. അമ്മ അങ്ങനെ പള്ളിയിലൊന്നും പോണ കണ്ടിട്ടില്ല. പിന്നെ അച്ഛൻ ഭയങ്കര കമ്മ്യൂണിസ്റ്റുകാരനാണ്. കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഐലൻഡിലെ അയ്യപ്പ ക്ഷേത്രം പ്രതിഷ്ഠിച്ചത് എൻ്റെ അച്ഛനാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈശ്വരനില്ല എന്ന് പറയും. അപ്പം ഞാൻ 8 മണിക്ക് അച്ഛനെ ഓഫീസിലേക്ക് പോയിറങ്ങണം. അച്ഛന് വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ടിട്ട് പോയി അതിൽ ഇറങ്ങണതിന് മുമ്പ് അച്ഛൻ ഒരു നിമിഷം അവിടെ നിൽക്കും. അപ്പം അവർ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവമില്ലെന്നുണ്ട്. അച്ഛൻ പിന്നെ ആരെ പ്രാർത്ഥിക്കണേന്ന് ആലോചിക്കും നമ്മൾ. അപ്പം ഇതൊക്കെ പറയുമെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. പല മാർസിസ്റ്റുകാരുടെ അവസ്ഥ അതാ. വീട്ടിൽ വലിയ പൂജയും അതെ വലിയ മന്ത്രവാദമൊക്കെ നടക്കുന്ന നേതാക്കളുണ്ട്. അങ്ങനെ അച്ഛൻ അങ്ങനെ പറയാം. പക്ഷെ അച്ഛൻ അയ്യപ്പ ക്ഷേത്രമൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പിന്നീട് എന്തോ അമ്മയ്ക്ക് വിശ്വാസം എങ്ങനെയായിരുന്നു? പ്രത്യേകിച്ച് വിശ്വാസം അമ്മയ്ക്ക് അങ്ങനെ ഒന്നുമില്ല. അച്ഛൻ പിന്നെ ഞങ്ങളുടെ ഓർമ്മ അച്ഛൻ പഴനി ഗുരുവായൂർ കൊണ്ടുപോകും. അപ്പോഴും എൻ്റെ അമ്മ പൊട്ട് തൊട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ അമ്മ ഇപ്പൊ അച്ഛൻ മരിച്ചതിന് ശേഷമാണ് പള്ളിയിലൊക്കെ പോകുന്നത്. ഞാൻ കണ്ടപ്പോൾ മുതൽ ബൈബിൾ വായനയും പ്രാർത്ഥനയും ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കും കേട്ടോ. ഞങ്ങളും ഇരുന്നിട്ട് ദൈവമേ ഇത് മാത്രമല്ല, ഞങ്ങളും ബൈബിൾ വെച്ചിട്ട് ഞങ്ങളും രാത്രി പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയുള്ള കൂട്ടത്തിലാ. അമ്മ മക്കളെ നിങ്ങൾ പള്ളിയിൽ പോകണമെന്ന് പറയാറില്ല? നിങ്ങളുടെ ഇഷ്ടം? ഇല്ല ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കും ഇങ്ങനെ ഹിന്ദു ആചാരങ്ങളോ അതൊന്നും എനിക്കറിയില്ല. അച്ഛൻ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ക്വാർട്ടേഴ്സിലൊരു ഷെൽഫുണ്ട്. ആ ഷെൽഫിൻ്റെ അവിടെ ഒരു ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കും. അച്ഛൻ വരെ 3 പേര് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവമേ കൈ തൊഴാൻ പ്രാർത്ഥന. അപ്പം എൻ്റെ വിചാരമൊക്കെ ചെറുപ്പകാലത്തിൽ ദൈവം ഇതിനകത്താണെന്നാണ്. അലമാരിക്കകത്ത ദൈവം. പിന്നെ ശക്തി, ദൈവം എന്ന് പറയുന്നത് ഒരു ശക്തി എന്നാ പറയാ. അപ്പം അച്ഛൻ ഈ മിലിറ്ററിയിലൊക്കെ ഉള്ളതുകൊണ്ട്
ഈ കുപ്പിയുടെ തല പൊട്ടിക്ക് ഇങ്ങനെ ഗോട്ടി വെച്ചിട്ടൊക്കെ ഇങ്ങനെ ഇതൊക്കെ കളികൾ. പഞ്ച പിടിക്കുക, ഇതൊക്കെയാണ് ഞങ്ങൾ മക്കളുടെ കൂടെ, ഞങ്ങൾ ഇത്രയും പേരേ ഉള്ളൂ, ഇതൊക്കെ കളികൾ. അപ്പം അച്ഛൻ പറയും ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിയാണെന്ന് പറയും. അപ്പം ഞാൻ വിചാരിക്കും ആകാശത്തിൽ ഇങ്ങനെ മസിലൊക്കെ പിടിച്ചിട്ട് ഒരു കൈ ശക്തിയാണ്. മാർബിളിന്റെ പരിസ്ഥിതിക്കുന്നത്. അപ്പൊ അങ്ങനെ അപ്പൊ എന്നിട്ട് അച്ഛൻ എന്നും ഒരു വീതം മാറ്റി വയ്ക്കണതാണ് 50 വയസ്സ് വരെ. അപ്പൊ അങ്ങനെ ഞങ്ങള് ഭയങ്കര സ്ട്രിക്റ്റ്, അച്ഛൻ ഭയങ്കര ഓവർ സ്ട്രിക്റ്റാ. പട്ടാളക്കാരെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ പൊന്നോ. അപ്പൊ ഞാൻ വിചാരിക്കും എങ്ങനെയെങ്കിലും പഠിച്ച് വലുതായി പുറത്ത് കഴിയാൻ ഇന്ത്യയിലും ഇംഗ്ലീഷിൽ പറയൂ. അതുപോലെ അമ്മ ഞങ്ങൾ ഒരാൾ സ്റ്റിച്ച് ചെയ്താൽ 3 ആൾക്കും കിട്ടും. അത് ഈ ആട്ടുകല്ലുണ്ടാവില്ലേ, പണ്ടത്തെ ആട്ടുകല്ലിൻ്റെ ഈ ഇതിൻ്റെ മുകളിൽ 2 മുട്ട് വെച്ചിട്ട് നിന്നിട്ട് കൈ ഇങ്ങനെ വെച്ചിട്ട് ഒക്കെ നിൽക്കും. ഒരാൾ തെറ്റ് ചെയ്താൽ 3 ആൾക്കും കിട്ടും. അതുകൊണ്ട് ടീച്ചേഴ്സിന് വരെ പേടിയാണ് ഞങ്ങൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ പറഞ്ഞാൽ. അത് അച്ഛൻ്റെ നല്ലോണം കിട്ടുന്ന. അമ്മയ്ക്ക് ഇപ്പം ഇങ്ങനെ മക്കളെ ശിക്ഷിക്കുമ്പോൾ അമ്മയ്ക്ക് വിഷമം? അമ്മയ്ക്ക് വിഷമം. അമ്മ ഒരു വടി എടുത്തോണ്ട് പേടിയാണോ അച്ഛനെ? ഭയങ്കര പേടിയാണ്. അപ്പുറത്തെ വീട്ടിലെ ഒരു കാര്യമില്ല, ഞങ്ങള് ആലോചിക്കുന്നത് എങ്ങനെ വീട്ടുകാരെ വിട്ടുപടി വന്നിട്ട് ഇത്ര അമ്മയ്ക്ക് എവിടെ നീട്ടി ചോദിക്കും. പക്ഷെ ഭയങ്കര ജനബഹുമാന്യനാ അവിടുത്തെ എന്താ INTUC നേതാവും അതും ഇതും ഒക്കെയാണ് അച്ഛൻ. അച്ഛൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരാൾ പോലും ഞങ്ങളെ കമന്റ് അടിക്കാനോ ഒന്നിനും വരില്ല. അച്ഛൻ അത്രയും ജനസമ്മതനായ ഒരാളാണ്. സ്വന്തമായിട്ട് കേസ് വാദിക്കും. അങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെ കല്യാണത്തിന് മുമ്പ് മരിച്ചില്ലേ? അപ്പോഴാ പരിചയം ഉണ്ടായിരുന്നു അച്ഛനെ? പരിചയം കേട്ട്